അരകലകുണ്ട് എന്ന് പറഞ്ഞത് ഒരു പക്ക ഗ്രാമപ്രദേശമാണെന്ന് തോന്നുന്നു. റോഡിന്റെ സൈഡിൽ ചോളൊക്കെ ഇങ്ങനെ അവര് കൃഷി ചെയ്തിട്ട് ചോളം ഉണ്ടാക്കുന്ന പാടങ്ങളാണ്. അരകലകുണ്ട് എത്തിയിട്ട് ആദ്യത്തെ ഭക്ഷണം ചപ്പാത്തി ഊട്ട. 70 രൂപയാണെന്ന് പറഞ്ഞത്. ചപ്പാത്തി ആകെ ഒരു ചപ്പാത്തി ഉള്ളൂ. ചോറ് ഇത്, പിന്നെ മധുരമുള്ളൊരു വെള്ളമുണ്ട്, പിന്നെ 2 രസം, സാമ്പാർ, തൈര്. ചോറ് ഇങ്ങനത്തെ ഉണ്ടോ, നമ്മുടെ പച്ചരി ചോറാണ്, വലിയ രസമൊന്നുമില്ല. അരകൽ ഗുണ്ട് അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡൊക്കെ നിങ്ങൾ നോക്കുക, നല്ല അടിപൊളി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. സമയം ഏകദേശം ഒരു 6:15 ഇപ്പം തന്നെ ഇവിടെ മഞ്ഞ് വീണ് തുടങ്ങി. ഇനി വൈകിട്ട് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല മഞ്ഞായിരിക്കും. 50 രൂപയ്ക്ക് ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഈ നാട്ടിലെ ബിരിയാണികളൊക്കെ എങ്ങനെയാണ്, ചിക്കൻ ഉണ്ടായിരിക്കും, ഇങ്ങനത്തെ കുറച്ച് ചോറുണ്ടായിരിക്കും, അതാണ് ഇവിടുത്തെ ബിരിയാണി. 50 രൂപയുള്ളൂ. റൈസ് അൺലിമിറ്റഡ് എന്നാണ് പറയുന്നത്. അരക്കൽക്കുണ്ട് ടൗണിലാണ്. ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സംഭവം കണ്ടത്. റോഡിൻ്റെ നടുക്ക് ഒരു വലിയ ക്ലോക്ക് ടവർ കണ്ട. വലുതെന്ന് പറയാനൊന്നും പറ്റില്ല, ഒരു ചെറിയൊരു 2 നില ബിൽഡിങ്ങിൻ്റെ അത്ര ഉയരമുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു സാധനം കാണാത്ത കാരണം എന്തൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ കുന്നംകുളത്ത് ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇന്ന് പിന്നെ ക്രിസ്മസ് ദിവസമായ കാരണം നല്ലൊരു അവധിയാണ്. അപ്പോൾ ഹസൻ ടൗണിൽ കൂടെ ഒന്ന് നടന്നു പോകണം. അപ്പോഴാണ് നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സ് ഇവിടെ കണ്ടത്. ക്രിസ്മസ് ആയിട്ടും തുറന്ന് പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ട്. അതിന് തൊട്ടപ്പുറത്തിൻ്റെ KGP ഗോൾഡ് പാലസ്. ഇവിടെ സ്വർണ്ണക്കടകൾ കുറേ ഉണ്ട് കേട്ടോ. സ്വർണ്ണത്തിനൊക്കെ വളരെ വില കുറവാണോ കൂടുതലാണോ എന്നറിയില്ല ഇവിടെ. അല്ല, മീൻസ് പണിക്കൂലികളൊക്കെ. അവിടെ ഒരു അമ്പലം പോലെ കാണുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, പൂക്കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതെന്താണ് താക്കോൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? താക്കോൽ ഉണ്ടാക്കാൻ ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അടുത്തേക്ക് വന്നതാ. ഗണപതിയുടെ അമ്പലമാണ് തോന്നുന്നു. പൂജാ സമയമൊക്കെ കഴിഞ്ഞ കാരണം തോന്നുന്നു അമ്പലം അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ. വീണ്ടും ഒരു രാത്രി വൈബ്. രാത്രി ഇങ്ങനെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് നമ്മുടെ ഹസൻ സ്ട്രീറ്റിലൂടെ. ഇവിടെ ഇങ്ങനെ തകൃതിയായിട്ട് നമ്മുടെ പച്ചക്കറി കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് പൂക്കച്ചവടങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു തെരുവ് ഏതൊരു സമയത്ത് ഇങ്ങനെ ലൈവാണ് കേട്ടോ. ഒരു 10 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ കുറവായിരിക്കും. പക്ഷെ അതല്ല, അതിന് മുമ്പേ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ തന്നെ നല്ല തിരക്കായിരിക്കും, നല്ല കച്ചവടങ്ങളുണ്ടായിരിക്കും. ഇവിടെ കൂടുതലായിട്ട് പൂമാലകൾ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കല്യാണ പൂമാലകളല്ല, വണ്ടിക്കും അതേപോലെ തന്നെ അമ്പലത്തിലൊക്കെ ചാർത്താൻ വേണ്ടിയിട്ടുള്ള പൂമാലകളാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെയൊക്കെ കുറേ കല്യാണങ്ങൾ നടക്കുന്നുണ്ടാവുന്നു. കല്യാണത്തിൻ്റെ അല്ല. ഇന്ന് വിറ്റ് പോകാത്ത പൂമാലകളൊക്കെ ഇവർ നാളെ വിൽക്കുമായിരിക്കും. പിന്നെ ഈ പൂക്കളൊന്നും അത്ര പെട്ടെന്ന് വാടിപ്പോകുന്നില്ല. പിന്നെ ഇതുവരെ തണവ് പ്രദേശമായ കാരണം പിന്നെ ഫ്രിഡ്ജിലോ വേറെ എവിടെയും കൊണ്ടുവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. മൊത്തത്തിൽ നല്ല തണവാണേ. അപ്പോൾ അത് കേടുകൂടാതെ കുറച്ച് ദിവസങ്ങളോളം ഇരിക്കുമെന്ന് തോന്നുന്നു.
ഇവിടെ സാധാരണക്കാരായ ആൾക്കാരാണ് കേട്ടോ ജീവിക്കുന്നത്. വലിയ കാശുകാർ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. വലിയ എന്താ പറയുക, സിറ്റി പോലൊന്നുമില്ല. ഈ ഒരു ടൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സ്ഥലങ്ങൾ തന്നെയാണ് കണ്ടിട്ടുള്ളത്. കൃഷി സ്ഥലങ്ങളും അതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നിന്ന് നേരെ അരകലകുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഗോകൂർ അങ്ങനെ എന്തോ ഒരു ഡാമുണ്ട്. പറ്റുവെച്ച് കഴിഞ്ഞാൽ നാളെ അവിടേക്കൊന്ന് പോകണം. ഞാൻ കഴിഞ്ഞ ദിവസം അരകലകുണ്ട് പോകുമ്പോൾ ആ ഡാം ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഡാമാണ്. ഇനി ഇവിടെ നിന്ന് നേരെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ, അങ്ങോട്ട് പോകാം. നൈറ്റ് ഫുള്ള് വൈബാണ് അവിടെ. ഒരു സ്ട്രീറ്റ് നിറച്ചും ഫുഡ് കൊടുക്കുന്ന തട്ടുകടകൾ. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. ഗുഷ്കിയും കബാബിനും 60 രൂപ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞത്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, ചിക്കൻ്റെയും അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെയും അതിനെല്ലാം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനൊരു ഇത് വരുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഫുഡ് സ്ട്രീറ്റ് ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് നിറച്ചിട്ടുണ്ടെന്നേ, കുറേ ദൂരം അങ്ങനെ ദൂരത്തേക്കുണ്ട്. കുറേ ചെറിയ ചെറിയ കടകൾ ചെറിയ വിലയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസും പിന്നെ കബാബൊക്കെ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടും. ഇവിടേക്ക് ഈ നാട്ടിലുള്ള എല്ലാ ഫാമിലീസും വരുന്നുണ്ട് ഈവനിങ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം തിക്കും തിരക്കാണ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും. നമുക്ക് നല്ലൊരു കട നോക്കിയിട്ട് കയറണം. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വേറൊരു കടയിലാണ്. ഇന്ന് അവിടെ നിന്ന് കഴിക്കേണ്ട വേറെ വെറൈറ്റി മാറ്റി പിടിക്കാം. കുഷ്കിയും ചിക്കനും 100 രൂപ. ഒരു കോഴിമുട്ടയുണ്ട്. ഇവിടെ അധികം തിക്കും തിരക്കൊന്നുമില്ല. ഓഹോ, ആ ഭാഗത്ത് തന്നെയാണ് നല്ല തിരക്കുള്ളത്. അവിടെയാണ് നല്ല ഫുഡുകളുള്ളത്. ಮಾಡ್ತಿದ್ದಾರೆ ನೋಡೋಣ. ಆಮೇಲೆ ಡಿಸ್ಕಸ್ ಮಾಡೋದು ಬಗ್ಗೆ.